നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് ആത്മഹത്യ ചെയ്ത സംഭവം വ്യവസായ രംഗത്ത് മാത്രമല്ല രാജ്യത്ത് തന്നെ ചർച്ചയാവുകയാണ്. കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദമാണോ റോയ് ആത്മഹത്യയിലേക്ക് നയിച്ചത്? റോയിയുടെ ആത്മഹത്യയിൽ CID അന്വേഷണം ഊർജിതമാണ്. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും മൊഴി CID രേഖപ്പെടുത്തി. ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കേന്ദ്ര ഏജൻസിയുടെ സമ്മർദ്ദമാകാം മരണകാരണമെന്നും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും റോയിയുടെ സഹോദരൻ CJ ബാബു പറഞ്ഞു. കേരള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നിരുന്നത്. ദേവേർ ഇൻ ഹിസ് ഓഫീസ്. അവർ 3 ദിവസമായിട്ട് അവർ ഓഫീസിലുണ്ട്. 28-ാം തീയതി വന്നാണ്. 28, 29, ഇന്നലെ 30-ാം തീയതി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 10:40 രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എപ്പോഴാണ് വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആൾ പോയി. അത് ആയിരിക്കാം. വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നും ഇല്ല. അല്ല, അതിപ്പോ ഞാൻ ഫാമിലിയൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഫാമിലിയെ കണ്ടിട്ടില്ല. സംസാരിച്ചിരുന്നു. അല്ല, അവര് അത് തന്നെ പറഞ്ഞു. എന്നാൽ റോയിയെ മാനസികമായി ബുദ്ധിമുട്ടില്ലെന്നും നിയമപരമായാണ് എല്ലാം ചെയ്തതെന്നുമാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. റോയിയുടെ സംസ്കാരം നാളെ ബംഗളൂരുവിൽ നടക്കും. വിവരങ്ങളുമായി അഭിനാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിനാഷ്, ഏറെ നടുക്കമുണ്ടാക്കിയൊരു വാർത്തയായിരുന്നു ഇന്നലെ വൈകിട്ടോടുകൂടി പുറത്തു വന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമ CJ റോയിയുടെ ആത്മഹത്യ, അതും ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെയായിരുന്നു. ഇതിനുശേഷം ഈ ആത്മഹത്യക്ക് പിന്നാലെ കുടുംബം ആദായ നികുതി വകുപ്പിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദമാണ് ആത്മഹത്യ കാരണമെന്ന് പറയുന്നു. എന്താണ് കുടുംബത്തിൻ്റെ ആരോപണം? ഈ അന്വേഷണത്തിൽ എന്താണ് മനസ്സിലാക്കുന്നത്? ടോം, കുടുംബത്തിൻ്റെ വാദങ്ങൾ ഇക്കാര്യത്തിൽ പുറത്തു വരുമ്പോഴാണ് ഇതിൽ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനകൾ ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം കേന്ദ്ര ഏജൻസികൾ ഇദ്ദേഹത്തെ ലക്ഷ്യമിട്ടിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തോന്നുന്നത്. കാരണം ഒരു തരത്തിലുള്ള കടമോ അത്തരത്തിലുള്ള ക്രമക്കേടുകളോ തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹവും നേരത്തെ ബന്ധുക്കളോട് പറഞ്ഞിരുന്നത്. അതുപോലെ കുടുംബവും ഈ സംഭവത്തിന് ശേഷം മാധ്യമങ്ങളോട് പറയുന്നത്. ഒരു തരത്തിലും ലോണോ കടമോ ഒന്നുമില്ലാതെ തൻ്റെ സാമ്രാജ്യം താൻ നല്ല രീതിയിൽ കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായുള്ള ശല്യപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ 3 ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ വീട്ടിലും മറ്റ് സ്ഥാപനങ്ങളിലും, ദുബായിലും അതുപോലെ ഇന്ത്യയിലുമുള്ള മറ്റ് സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ റെയ്ഡുകൾ നടന്നു. അതിൽ ബാംഗ്ലൂരുവിലെ സ്ഥാപനത്തിൽ റെയ്ഡ് നടക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടക്കുന്നത്. അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ സ്വയം വെടിവെച്ച് മരിക്കുന്നത്. അത് വലിയ കേരളത്തെ സംബന്ധിച്ചായാലും ഇന്ത്യയെ സംബന്ധിച്ചായാലും ലോകത്തെ ഉള്ള തന്നെ മറ്റ് ബിസിനസ്സുകാരെ സംബന്ധിച്ചായാലും ഏറ്റവും വലിയ ഒരു ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു. നമ്മളടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത്രയേറെ ഞെട്ടിക്കൊണ്ടാണ് ആ വാർത്ത പുറത്തു വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നിരവധി ഇൻ്റർവ്യൂകളും ഒക്കെ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനങ്ങളെക്കുറിച്ചായാലും അദ്ദേഹത്തിൻ്റെ ഭാവി പദ്ധതികളെക്കുറിച്ചായാലും പുതിയ സിനിമകളെക്കുറിച്ചായാലും അതിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചായാലും ഒക്കെ വലിയ രീതിയിൽ വാചാലനായി സംസാരിക്കുന്ന ഒരാളായിരുന്നു ഡോക്ടർ റോയ് CJ. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് ഈ ബാംഗ്ലൂരുവിലേക്ക് ഒരു IT ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് വരുന്നതും അതിനുശേഷം ഉണ്ടായ ഇത്തരം സംഭവങ്ങളും അതെന്തിനായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ സമ്മർദ്ദങ്ങളാണോ അദ്ദേഹത്തെ കൊണ്ട് ഇത്തരത്തിലൊരു വലിയ ഒരു സ്വന്തം ജീവൻ കളയുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഉയരുന്ന സംശയം. ഇക്കാര്യത്തിലാണ് കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ആരോപണങ്ങൾ വരുന്നത്. കേന്ദ്ര ഏജൻസികൾ ഇദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ തൊട്ടു മുമ്പ് കേട്ടതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരനോടും ഈ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, ഇതേപോലെ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ഡോക്ടർ റോയ് CJ തന്നെ സഹോദരനോട് പറഞ്ഞതായി അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഏതൊക്കെയോ തരത്തിൽ എന്തിൻ്റെ പേരിലാണെന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഏതൊക്കെയോ തരത്തിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അതല്ലാതെ വരും ദിവസങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളും അതുപോലെ അഭിലാഷ്, അതൊരു പെട്ടെന്ന് അങ്ങനെ വെടിയുതിർത്ത് സ്വയം ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ ആ സമയം അദ്ദേഹം
ഏത് രീതിയിലുള്ള സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയതെന്ന് നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ രീതിയിൽ, കാരണം കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര ഏജൻസികൾ EDയും ഇൻകം ടാക്സും ഡിപ്പാർട്ട്മെൻറ്റുമൊക്കെ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. പല ദിവസങ്ങളിലും ഈ റെയ്ഡുകൾ നടന്നിരുന്നു. ഏത് ഘട്ടത്തിലാകാം അങ്ങനെ അദ്ദേഹം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചത് എന്നാണ് പരിശോധിക്കേണ്ടത്. കാരണം ആ സമയത്ത് ഒരു അറസ്റ്റോ മറ്റ് നടപടികളിലേക്കോ കാര്യങ്ങൾ നീങ്ങുമോ എന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടിരുന്നോ? കുടുംബാംഗങ്ങളോടോ മറ്റോ അത്തരം പരിഭവം, അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് അത്തരം പരിഭവം അല്ലെങ്കിൽ ആശങ്കയോ പങ്കുവച്ചിരുന്നു? ഈ ആത്മഹത്യാ പ്രവണത, അത്തരം ഒരു തോന്നലുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായി ബന്ധുക്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൽ നിന്ന് മറ്റോ അങ്ങനെ ഒരു ചിന്ത തോന്നിയിരുന്നു? ആർക്കെങ്കിലും തോന്നിയിരുന്നു അതേക്കുറിച്ച്? ടോം, നമ്മൾ കേൾക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും അനുസരിച്ച് അത്തരത്തിൽ ഒരു ചിന്തയും അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. ആ ഒരു സംഭവത്തിന് മുന്നേ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹം അതിന് തൊട്ട് തലേന്നാണ് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട്, പുതിയ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു. അങ്ങനെ ഭാവിയിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ കണക്ക് കൂട്ടി വെച്ചിരുന്ന ഒരാൾ അതിനു മുൻപ് തന്നെ ഒരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമുക്കങ്ങനെ സ്വാഭാവികമായി നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ നമുക്കറിയാം, റോയ് CJ എന്ന് പറയുന്ന ആൾ വളരെ പൂജ്യത്തിൽ നിന്ന് ഇപ്പോൾ 9,000 കോടിയിലധികം രൂപയുടെ ആസ്തിയുള്ള ഒരു വലിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇത് കാണാത്തതായിട്ടോ അദ്ദേഹം അനുഭവിക്കാത്തതായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. കാരണം അദ്ദേഹം ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ അതിന് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. അത്തരം എല്ലാ സമ്മർദ്ദങ്ങളും അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ലോകമറിയുന്ന ഒരു വലിയ ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനായി അദ്ദേഹത്തിന് വളർന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നത്. അദ്ദേഹം ഇന്ത്യ എന്ന് പറയുന്ന ഈ വലിയ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നികുതിദായകരിൽ ഒരാൾ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, നമ്മുടെ കേരളത്തിനായാലും മലയാള സിനിമ ഇൻഡസ്ട്രിയിലായാലും വ്യാവസായിക രംഗത്തായാലും വലിയ രീതിയിൽ ഒരു മുതൽക്കൂട്ടായി നിന്ന ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ റോയ് CJ എന്ന് പറയുന്നത്. അദ്ദേഹം ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ പിന്നിലുണ്ടായ കാരണം അത് നൈമിഷികമായിരുന്നു. അതെന്തോ പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്. അദ്ദേഹത്തിനെതിരെ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ തനിക്ക് നേരെ ഒരു അറസ്റ്റ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സമ്മർദ്ദം ഈ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് മേൽ കെട്ടിവെച്ചോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അന്വേഷിക്കേണ്ടത്. അതിൽ എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ടോം നേരത്തെ ചോദിച്ചതുപോലെ, അദ്ദേഹം ഇതിനു മുമ്പ്, അതായത് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നതിന് മുമ്പ് തനിക്ക് ഇത്തരം സമ്മർദ്ദങ്ങൾ താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് ഈ ജീവിതം അവസാനിപ്പിക്കാം എന്നൊരു തീരുമാനം അദ്ദേഹം നേരത്തെ എടുത്തിരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇതിനും എത്രയോ വലിയ സമ്മർദ്ദങ്ങൾ അതിജീവിച്ചു വന്ന ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം പെട്ടെന്നൊരു ദിവസം എന്തെങ്കിലും ഒരു തീർച്ചയായും അത് തന്നെയാണ് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ. പെട്ടെന്ന് അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ഉയർച്ചയിലേക്ക് എത്തിയ വ്യക്തിയല്ല CJ റോയ്. അദ്ദേഹം ബിസിനസ് രംഗത്ത്, അതായത് ഒരു സാധാരണ ഒരു ജീവനക്കാരനായി വരുന്നു, പിന്നീട് ബിസിനസ് രംഗത്തേക്ക് ചുവട് വയ്ക്കുന്നു. അതിൽ റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ മേഖല, പിന്നീട് സിനിമാ നിർമ്മാണം, അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു വ്യവസായ പ്രമുഖൻ. നമ്മളത് പതിറ്റാണ്ടുകളായി മലയാളികൾ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു ബിസിനസ് ഗ്രൂപ്പാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. അദ്ദേഹം ഈ സമീപകാലത്ത് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ അടുത്തിടെ ചില മാധ്യമങ്ങൾക്ക്, ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പോലും ചില വാക്കുകൾ എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, അവസാന കാലത്തും, അതായത് മരണത്തിൻ്റെ തൊട്ട് മുന്നിൽ പോലും താൻ ആനന്ദ നൃത്തമാടുമെന്ന് പറയുന്ന, അങ്ങനെ ചിന്തിക്കുന്ന, വളരെ പോസിറ്റീവായി എല്ലാത്തിനെയും കാണുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തത് എന്നതാണ് ഏവരെയും ഞെട്ടിപ്പിക്കുന്ന കാര്യം. കാരണം ഈ ആത്മഹത്യാ പ്രവണത വളരെ പെട്ടെന്നാണ് സാധാരണ മനുഷ്യരുടെ ഉള്ളിലേക്ക്, കാരണം ഇത്രയധികം ലോകപരിചയമുള്ള, അനുഭവ പരിചയമുള്ള ഒരു വ്യക്തി പോലും ചെറിയൊരു സമ്മർദ്ദം താങ്ങാനാവാതെ ജീവനൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് അപകടകരമാണ്. നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ഒരു പക്ഷേ കൈവിട്ടു പോകാം. അതല്ലേ CJ റോയ്ക്കും സംഭവിച്ചത്? അഭിലാഷേ, ടോം, ഇത് ഏത് തരത്തിലുള്ള സമ്മർദ്ദമാണ് അദ്ദേഹത്തിന് ആ സമയത്ത് നേരിടേണ്ടി വന്നത് എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത്. ഒരു അറസ്റ്റ് എന്നുള്ള ഒരു സംഭവത്തിലേക്ക് ഈ റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥർ കടന്നോ, അതല്ല മറിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരെ ആ സമയത്ത് നേരിടേണ്ടി വന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കേണ്ടത്. ഈ കേസ് അന്വേഷിക്കാൻ CID എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വലിയ രീതിയിൽ
കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഇവിടെ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണത്തിന് മുന്നിലും താൻ ആനന്ദനൃത്തമാടുമെന്ന് പറയുന്ന അത്രയും പോസിറ്റീവായി കാര്യങ്ങളെ കാണുന്ന ആ ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു റെയ്ഡ് എന്ന് പറയുന്ന ഇത്തരം വ്യവസായികൾ ഇതാദ്യമായി കാണുന്ന ഒരു കാര്യമായിരിക്കില്ല. എന്തായാലും വലിയ രീതിയിൽ എല്ലാ സ്ഥാപനങ്ങളിലും ഇടയ്ക്കിടെ ഇത്തരത്തിൽ പരിശോധനകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇതുപോലെ നൂറോ അതിലധികമോ റെയ്ഡുകളെ ഇദ്ദേഹം നേരിട്ടിട്ടുണ്ടാകാം. പക്ഷേ ഇത്തരത്തിൽ ഇവിടെ ഇന്നലെ എന്ത് സംഭവിച്ചു, തൻ്റെ ജീവൻ പോലും ഇത്രയും പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാൾക്ക് സ്വന്തം ജീവൻ പോലും കളയാൻ തോന്നിപ്പിക്കുന്ന തരത്തിൽ എന്താണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയ ഒരു കാര്യമാണോ, എന്തെങ്കിലും ഒരു അറസ്റ്റോ അത്തരത്തിൽ എന്തെങ്കിലും ആണോ നമുക്ക് തൽക്കാലം കരുതാൻ വയ്യ. കാരണം നമ്മൾ അറിഞ്ഞിരുന്ന, നമ്മൾ കണ്ടിരുന്ന, നമ്മൾ ടി വി ചാനലിലൂടെയും മറ്റു പരിപാടികളിലും കണ്ടിരുന്ന ഡോക്ടർ റോയ് CJ ഇത്തരം ചെറിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളിൽ വീണു പോകുന്ന ഒരാളായിരുന്നില്ല. എന്നാൽ ഇവിടെ ഇന്നലെ ഈ ബംഗളൂരുവിലെ ഓഫീസിൽ ഈ ഉദ്യോഗസ്ഥരുമായുള്ള സംസാരത്തിൽ ആ റെയ്ഡിനിടയിൽ അദ്ദേഹത്തോട് എന്താണ് സംസാരിച്ചത്, അദ്ദേഹത്തിനോട് ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയിരുന്നോ, ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കൃത്യമായും ഇവിടെ അന്വേഷിച്ച് അത് പുറത്തു വരേണ്ടത്. നമുക്കറിയാം ഇത്തരം വ്യവസായികളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അടക്കം നട്ടെല്ലെന്ന് പറയുന്നത്. അവർ തരുന്ന നികുതിയും അത്തരത്തിലുള്ള കാര്യങ്ങളുമാണ്. അവർ കൊണ്ടുവരുന്ന ഇൻഡസ്ട്രികളിലൂടെ പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് ജോലി കിട്ടുന്നത്. അപ്പം ഇത്തരം വ്യവസായികളെ ബുദ്ധിമുട്ടിക്കാതെ നികുതി പിരിച്ചെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഈ അടുത്ത കാലങ്ങളിലായി ഇത്തരം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അവരുടെ വീടുകളിലായാലും ഓഫീസുകളിലായാലും കയറിയിറങ്ങി ഒരു പരിശോധനകൾ നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ ഇരയാണ് ഈ ഡോക്ടർ റോയ് CJ എന്ന് പറയുന്ന അദ്ദേഹം. എന്തായാലും ഈ വിഷയത്തിൽ എന്തായാലും കേന്ദ്ര സർക്കാരിനും കൈകഴുകി മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നിയമപരമല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അന്വേഷണം വരണം. ഇത്രയും വലിയൊരു പ്രമുഖനായിട്ടുള്ള ആൾ ഇന്ന് നമുക്കറിയാം, ഇന്നലെ ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം ലോകത്തുള്ള വ്യവസായികളെല്ലാം തന്നെ അതിൽ പ്രതിഷേധം അറിയിച്ചും ഞെട്ടൽ രേഖപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ നടപടികൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ ഈ നാട്ടിൽ പിടിച്ചു നിൽക്കാനാകുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവരെല്ലാം ചോദ്യം ചോദിക്കുന്നവരെല്ലാം രാജ്യത്തിലെ പ്രധാനപ്പെട്ട നികുതിദായകരാണ് എന്നുള്ളതാണ് അതിൽ നമ്മൾ എടുത്ത് ചിന്തിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ രാജ്യത്തിനകത്തും പുറത്തുമായി വിവിധ രീതിയിലുള്ള വ്യവസായങ്ങൾ ചെയ്ത് അതിൻ്റെ അഭിലാഷ്, നിലവിലെ കർണാടക CID ആണ് ഈ റോയിയുടെ മരണം അന്വേഷിക്കുന്നത്. എന്തൊക്കെയായിരിക്കും അന്വേഷണ പരിധിയിൽ വരിക? ഈ ആത്മഹത്യക്ക് അപ്പുറം മറ്റ് ഇടപാടുകൾ, അതല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ സമ്മർദ്ദം, എന്തുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അന്വേഷണ പരിധിയിൽ ഉണ്ടാവുക? മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്നലെ അവിടെ എന്താണ് ആ ഓഫീസിൽ, ബംഗളൂരുവിലെ ഓഫീസിൽ എന്താണ് സംഭവിച്ചത്, അവിടെ നിന്നായിരിക്കും തുടങ്ങുക. അവർ എന്തൊക്കെയാണ് പ്രധാനമായും ആദ്യം ചോദ്യം ചെയ്യേണ്ടത് അവിടെ ആ റെയ്ഡിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരെയാണ്. എന്ത് സംഭവിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ എന്ത് തരം കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുന്നതും അദ്ദേഹം ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്? ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞിരുന്നോ? അങ്ങനെ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെതിരെ പ്രതികരിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഡോക്ടർ റോയ് CJയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരുന്ന ഇടപാടുകൾ, അദ്ദേഹത്തിന്റെ ബിസിനസ്, മറ്റു കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണം വരും. ഇതിന് ഏറ്റവും പ്രധാനമായും ആ ഓഫീസിലെ CCTVയും ഇവരുമായിട്ടുള്ള സംഭാഷണങ്ങളും എല്ലാം ഏറ്റവും നിർണായകമായ ഒരു തെളിവായിട്ട് മാറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഈ ഉദ്യോഗസ്ഥരും ഡോക്ടർ റോയ് CJയുമായി നടത്തിയ കമ്മ്യൂണിക്കേഷനാണ് ഇതിലേറ്റവും പ്രധാനമായും വരുന്നത്. പിന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ഉദ്യോഗസ്ഥർ ഈ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവർക്ക് മറ്റെന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യങ്ങൾ ഈ റെയ്ഡിന് പിന്നിലുണ്ടോ, അല്ലെങ്കിൽ ഈ റെയ്ഡ് ഏത് കേന്ദ്രം വഴിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും പ്രധാനമായും ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് CID കടക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആ മണിക്കൂറുകളിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് തന്നെയാണ് CIDയും അതിൻ്റെ അന്വേഷണ സംഘവും ഏറ്റവും പ്രാഥമികമായി കണ്ടെത്താൻ പോകുന്നത്. വ്യക്തമാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ CJ റോയിയുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമയുടെ ആത്മഹത്യയിൽ കർണാടക CID ആണ് അന്വേഷണം നടത്തുന്നത്. ആദായ നികുതി വകുപ്പിൻ്റെ ഉൾപ്പെടെ
കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദമാണ് റോയി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. കോഴിക്കോട് എലത്തൂർ മാളിക്കടവ് കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ കണ്ടെത്തി പോലീസ്. കൗൺസിലിംഗ് സെന്ററിലെ കൗൺസിലർക്ക് കൊല്ലപ്പെടുന്ന ദിവസം യുവതി സന്ദേശം അയച്ചതായി കണ്ടെത്തി. താൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും മരിച്ചാൽ പ്രതി വൈശാഖനായിരിക്കും മരണത്തിന് ഉത്തരവാദിയെന്നുമായിരുന്നു സന്ദേശം. നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതി വൈശാഖിന്റെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഉൾപ്പെടെ തുടരുന്നുണ്ട്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട്. അനീഷ്, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ യുവതിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അതായത് യുവതിയും പ്രതി വൈശാഖനും ഒന്നിച്ച് വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതും കൊലപാതകത്തിന് ശേഷം പ്രതിയും ഭാര്യയും ചേർന്ന് യുവതിയുടെ മൃതദേഹം കാറിലേക്ക് കൊണ്ടുവരുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ ഏറെ നിർണായകമായ ദൃശ്യമായിരുന്നു അത്. ഇപ്പോൾ ഈ കൗൺസിലിംഗ് സെന്ററിലെ കൗൺസിലർക്ക് യുവതി അയച്ച ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്? ടോമി, കൊലപാതകവുമായി ബന്ധപ്പെട്ട വൈശാഖൻ നൽകിയ മൊഴി താനും ഈ യുവതിയും ചേർന്ന് ഒരുമിച്ച് ജീവനൊടുക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. തങ്ങളുടെ പ്രണയം അല്ലെങ്കിൽ അടുപ്പം പുറത്തേക്ക് ആളുകൾ അറിയുമ്പോൾ അതിനെ ആളുകൾ ഉൾക്കൊള്ളാത്തൊരു സാഹചര്യം വരും. പ്രത്യേകിച്ചും തൻ്റെ ഭാര്യ അടക്കമുള്ളവർ ഇക്കാര്യം അറിയുമ്പോൾ ഇത് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കും. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മരിക്കാം എന്നൊരു തീരുമാനം പ്രകാരം രണ്ടുപേരും മരിക്കാൻ തീരുമാനിക്കുകയും പിന്നീട് അയാൾ മരണത്തിൽ നിന്നും പിന്മാറി യുവതിയെ കൊല്ലുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിലുള്ള ഒരു തെളിവുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം നേരത്തെ തന്നെ ഇത്തരമൊരു വധഭീഷണി ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് യുവതി കൗൺസിലർക്ക് നൽകിയിരിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ നിന്നും അല്ലെങ്കിൽ മെസ്സേജിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ജനുവരി 20-22 തീയതികളിലാണ് കോഴിക്കോട് കല്ലായിലെ ഒരു കൗൺസിലിംഗ് സെന്ററിൽ ഇരുവരും കൗൺസിലിങ്ങിനായി പോയത്. അവിടെ എത്തിയപ്പോൾ ആദ്യം 20-ന് പോയ കൗൺസിലിംഗ് ദിനത്തിൽ തൻ്റെ ഭാര്യയാണ് ഒപ്പമുള്ള യുവതി എന്നാണ് വൈശാഖൻ പരിചയപ്പെടുത്തിയത്. പക്ഷേ 2 നാൾ കഴിഞ്ഞ് ജനുവരി 22-ന് വീണ്ടും എത്തിയപ്പോൾ തൻ്റെ ഭർത്താവല്ല കൂടെ ഉണ്ടായിരുന്നത് എന്ന് ഈ യുവതി തന്നെ പറയുകയായിരുന്നു. തുടർന്ന് കുറച്ച് കൗൺസിലിംഗ് ഒക്കെ അവിടുന്ന് കൗൺസിലർ നൽകിയ ശേഷം 27-ന് അടുത്ത സിറ്റിങ്ങിൽ എത്തണമെന്ന നിർദ്ദേശം നൽകി കുറച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടിയൊക്കെ പറഞ്ഞു വിടുകയായിരുന്നു. ഇതേ തുടർന്നാണ് പിന്നീട് യുവതിയുടെ ഭാഗത്തു നിന്നും ഒരു മെസ്സേജ് കൗൺസിലർക്ക് വരുന്നത്. അത് യുവതി ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സ്ഥാപനത്തിൽ എത്തി വൈശാഖൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ ഭീഷണിപ്പെടുത്തൽ ഉണ്ടായ ശേഷമാണ് കൗൺസിലറോട് കാര്യങ്ങൾ പറഞ്ഞത്. എന്നെ കൊല്ലുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു, ഏതെങ്കിലും രീതിയിൽ ഞാൻ മരിച്ചാൽ അതിൻ്റെ പിന്നിലെ ഉത്തരവാദി വൈശാഖനാണ്, താൻ ഒരിക്കലും ആത്മഹത്യ എന്ന മാർഗം തിരഞ്ഞെടുക്കില്ല എന്നുമൊക്കെ യുവതി പറയുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ ഭീഷണിക്ക് പിന്നാലെ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ആദ്യ ദിനം മുതൽ ഈ വൈശാഖനുമായുള്ള ബന്ധം ആരംഭിച്ച സമയം മുതലുള്ള കാര്യങ്ങൾ ഒരു പ്രത്യേകം ഡയറിയിൽ എഴുതി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. ഈ 2 കാര്യങ്ങളുമാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വിവരമായി മാറുന്നത്. ഒന്ന്, ഈ കൗൺസിലർക്ക് താൻ ആത്മഹത്യ ചെയ്യില്ല, മറിച്ച് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദി ഈ വൈശാഖനാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള സന്ദേശം. മറ്റൊന്ന്, 16 വയസ്സ് മുതൽ അടുപ്പമുണ്ടായ ആ സമയത്തൊക്കെയും ഏത് തരത്തിലുള്ളൊരു പീഡനമാണ് വൈശാഖനിൽ നിന്നും തനിക്ക് നേരെ ഉണ്ടായത്, എങ്ങനെയാണ് തന്നെ വൈശാഖൻ ദുരുപയോഗം ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ഡയറിക്കുറിപ്പ്. അതുകൊണ്ട് തന്നെ ഡയറിക്കുറിപ്പുകൾ എഴുതിയ സമയപരിധി കണക്കാക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഡയറിക്കുറിപ്പിനുള്ളിലെ സമയപരിധി കണക്കാക്കുമ്പോൾ 16-ാം വയസ്സ് മുതൽ ലൈംഗികമായ ദുരുപയോഗം നടന്നു എന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് കൊലപാതക കുറ്റത്തിനൊപ്പം ഈ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരവും വൈശാഖനെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത. നേരത്തെ തന്നെ ഈ വർക്ക്ഷോപ്പിൽ, അതായത് ഇയാളുടെ ഉടമസ്ഥയിലുള്ള ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിലെ CCTV ദൃശ്യങ്ങളടക്കം തെളിവായി ലഭിച്ചിരുന്നു. ഈ യുവതിയുമായി വൈശാഖൻ വർക്ക്ഷോപ്പിലേക്ക് വരുന്നതും വർക്ക്ഷോപ്പിൽ വെച്ച് ഇരുവരും തമ്മിലുണ്ടായ സംഭാഷണമടക്കമുള്ള കാര്യങ്ങളൊക്കെ ആ CCTVയിൽ പതിഞ്ഞിരുന്നു. ആ ഒരു ശബ്ദിക്കുന്ന തെളിവ് തന്നെ ലഭിച്ചിരുന്നു. ഒപ്പം യുവതിയുടെ മരണശേഷം പുറത്തേക്ക് കൊണ്ടുവന്ന് ഭാര്യയുടെ സഹായത്തോടുകൂടി കാറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു. അങ്ങനെ ആ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ നടന്ന എല്ലാ കാര്യങ്ങൾക്കും ആധികാരികമായ തെളിവ് ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിൽ വൈശാഖൻ പറഞ്ഞ കഥകൾ പൊളിക്കുന്ന തരത്തിലുള്ള ഈ കൗൺസിലർ അടക്കമുള്ള മെസ്സേജും അദ്ദേഹത്തിൻ്റെ മൊഴിയും ലഭിച്ചിരിക്കുന്നത് കേട്ടോ.
ഡോക്ടർ സ്പോട്ട് ലൈവ് തുടരുന്നു. കോഴിക്കോട് എലത്തൂരിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായകമായ ചില ഓഡിയോ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. അതായത് കൊല്ലപ്പെടുന്ന ദിവസം യുവതി കൗൺസിലിംഗ് സെൻ്ററിൽ ഒരു കൗൺസിലർക്ക് അയച്ച സന്ദേശമാണ് താൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും താൻ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി വൈശാഖനായിരിക്കുമെന്നുമാണ് ആ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. MS അനീഷ് കുമാറിലേക്ക് വീണ്ടും. അനീഷ്, ഈ പ്രതിയുമായിട്ടുള്ള തെളിവെടുപ്പ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ പൂർത്തിയായിട്ടുണ്ടോ? മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇയാൾ പോലീസ് നൽകിയ മൊഴി, അതായത് ഒന്നിച്ചു മരിക്കാനായിരുന്നു തീരുമാനം, പക്ഷെ ആ സമയം മരിക്കാൻ സാധിച്ചില്ല, തനിക്ക് കുറ്റബോധമുണ്ട്, താൻ ഈ കാര്യങ്ങളെല്ലാം ഭാര്യയോട് പറഞ്ഞിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതി പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? ഇയാൾ കരുതിക്കൂട്ടി ആസൂത്രിതമായി നടത്തിയ കൊലപാതകം എന്ന് തന്നെ കരുതേണ്ടതല്ലേ? തീർച്ചയായും ഇയാൾ നൽകിയ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തില്ല. കാരണം ഈ കൗൺസിലർ അടക്കമുള്ള മൊഴികൾ കൂടി ലഭിക്കുമ്പോൾ കൃത്യമായൊരു ആസൂത്രണത്തിന് ശേഷമാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കാരണം കുറച്ച് നാളുകളായി തന്നെ യുവതിയും ഈ വൈശാഖനുമായി അത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല. 16 വയസ്സ് മുതൽ ഏതാണ്ട് ആ യുവതിക്ക് ഇപ്പോൾ 26 വയസ്സുണ്ട്. 10 വർഷമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളുകളാണ്. പക്ഷേ ഭാര്യയും കുടുംബവും ഒക്കെ ഉണ്ട് എന്ന് യുവതിക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ അതിനപ്പുറം മറ്റു ചില സ്ത്രീകളുമായി കൂടിയുള്ള വഴിവിട്ട ബന്ധങ്ങളിലേക്ക് ഇയാൾ നീങ്ങിയതോടുകൂടിയാണ് യുവതിയുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ വന്നത്. ഒപ്പം തന്നെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി യുവതി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്താണ്ട് ആ ഘട്ടത്തിൽ മുതൽ തന്നെ യുവതിയെ ഒഴിവാക്കണമെന്ന് വൈശാഖൻ ആലോചിച്ചുറപ്പിച്ചിരുന്നു എന്നാണ് നമുക്ക് ഈ അവസാന ഘട്ടത്തിലുള്ള ഈ യുവതിയുടെ ഡയറിക്കുറിപ്പ് അല്ലെങ്കിൽ കൗൺസിലർക്ക് നൽകിയ കാര്യങ്ങൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കുറച്ച് നാളായി ഇരുവരും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല. പക്ഷേ വീണ്ടും ഒരു അടുപ്പം സ്ഥാപിക്കാനുള്ള നീക്കം വൈശാഖൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും അത്തരത്തിലൊരു അടുപ്പം സ്ഥാപിച്ചാണ് ഈ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വെച്ച് രണ്ടുപേരും ചേർന്ന് ആത്മഹത്യ ചെയ്യാനായി ആണ് എന്ന് പറഞ്ഞു വിളിച്ചു വരുത്തിയ ആൾ ഉറക്കുഗുളികകളൊക്കെ കടയിൽ നിന്നും വാങ്ങിയിരുന്നു. മെഡിക്കൽ ഷോപ്പിൽ നിന്നും ഉറക്കുഗുളികൾ വാങ്ങിച്ചു, മറ്റൊരു കടയിൽ നിന്നും ജ്യൂസ് വാങ്ങിച്ചു. എന്നിട്ട് 10ഓളം ഉറക്ക ഗുളികകൾ ഈ ജ്യൂസിൽ മിശ്രിതമാക്കിയ ശേഷം അതിനകത്ത് കലർത്തിയ ശേഷമാണ് ആദ്യം വരുമ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് എന്ന പോലെ ഒരു ജ്യൂസ് കൊടുക്കുന്നു. ആ ജ്യൂസ് കൊടുക്കുമ്പോൾ തന്നെ 10 ഗുളികകൾ ഉറക്കുഗുളികൾ ഒരുമിച്ച് കലക്കി കൊടുത്താൽ ഒരുപക്ഷെ മരിച്ചേക്കും എന്നൊരു കണക്കൂട്ടിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിലും ഒരു മരണത്തിലേക്ക് നീങ്ങിയില്ല. ഒരു അർദ്ധബോധാവസ്ഥയിലേക്കൊക്കെ മാറുന്ന ഒരു സാഹചര്യം. ആ അർദ്ധബോധാവസ്ഥയിലാണ് ആത്മഹത്യ ചെയ്യാമെന്ന കാര്യം പറയുകയും പിന്നീട് കെട്ടിത്തൂക്കുകയും ഇയാൾ തൂങ്ങാതെ യുവതിയുടെ സ്റ്റൂള് തട്ടിമറിച്ച് അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ അത്തരം ഒരു നാടകം ഇതൊരു നാടകമായി തന്നെ സൃഷ്ടിച്ചതാണ് എന്നാണ് പോലീസിന് കരുതുന്നത്. ഇയാൾ ആലോചിച്ചുറപ്പിച്ച് തന്നെ മരണം എന്ന വഴിയിലേക്ക് തള്ളിവിടുക എന്ന ലക്ഷ്യവുമായി തന്നെയാണ് ഇയാൾ നീങ്ങിയതെന്നാണ് പോലീസ് പറയുന്നത്. അതിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ചെയ്തത്. അതിനുശേഷം ഭാര്യയെ വിളിക്കുന്നു, ഭാര്യയെ കൂട്ടി ആശുപത്രിയിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകുന്നു. പിന്നീട് ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തി CCTV ദൃശ്യങ്ങളിലെ തെളിവുകളടക്കം മായ്ച്ചു കളയാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അതിനുള്ളൊരു സാവകാശം കിട്ടിയില്ല. ആശുപത്രിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പോലീസിന് വിവരം ലഭിക്കുന്നു. നാട്ടുകാരിൽ ചിലർക്ക് ഇയാളുടെ ഇടപെടലുകളിൽ ദുരൂഹത മണക്കുന്നു. അക്കാര്യം കൂടി പോലീസിനെ അറിയിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് സ്ഥാപനം സീൽ ചെയ്യുന്നു. അയാൾക്ക് പിന്നീട് തെളിവുകൾ നശിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തുന്നു. ഇത്തരം ഒരുപാട് ഘടകങ്ങളാണ് ഈ കേസിൽ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തു നിന്നും തെളിവുകൾ ശേഖരിച്ചപ്പോൾ ഈ കഴുത്തിൽ കുരുക്കാൻ ഉപയോഗിച്ച കയറ്, അതിന് താഴെയുള്ള മണ്ണ്, ഒപ്പം ഈ ഉറക്കഗുളികകളുടെ സ്ട്രിപ്പുകൾ, അതിൻ്റെ അവശിഷ്ടങ്ങൾ, അങ്ങനെ ഒരുപാട് തെളിവുകൾ ഇതിനകം തന്നെ പോലീസിന് ലഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. CCTV ദൃശ്യങ്ങൾ അകത്തുനിന്ന് ലഭിച്ചു. ഇപ്പോൾ ഈ കൗൺസിലറുടെ മൊഴി, അങ്ങനെ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകാൻ പോലീസിന് കഴിയുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത് കേട്ടോ. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് എലത്തൂരിലെ യുവതിയുടെ കൊലപാതകത്തിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. പുറത്തു വന്ന ദൃശ്യങ്ങളും ഓഡിയോ സംഭാഷണവും കേസിൽ ഏറെ നിർണായകമായിരിക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറി യാത്രക്കാരൻ കാഞ്ഞൂർ സ്വദേശി ജെറിൻ ഡേവിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലഗേജ് സ്കാനിങ്ങിൽ 6 മദ്യക്കുപ്പികൾ കണ്ടെത്തിയതോടെയാണ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. ഇതോടെ
ഇയാൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയായിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, സ്വാഭാവികമായും ഈ വിമാനത്താവളങ്ങളിൽ ലഗേജുകൾ പരിശോധിക്കാറുണ്ട്. നിയമവിരുദ്ധമായി എന്തെങ്കിലും കടത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പിടിച്ചെടുക്കാറുണ്ട്, അല്ലെങ്കിൽ അത്തരം നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് ഏത് സാഹചര്യത്തിലാണ് യാത്രക്കാരൻ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിയത്? ഇയാൾക്കെതിരെ എന്ത് നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? ടോം, അദ്ദേഹം ജെൻ ഡേവിസ് എന്ന് പറയുന്ന ആൾ അങ്കമാലി കാഞ്ഞൂർ സ്വദേശിയാണ്. അദ്ദേഹം UK-യിൽ നിന്ന് ഗൾഫ് എയർ വിമാനം വഴി ഇവിടേക്ക് നെടുമ്പാശ്ശേരിയിലേക്ക് വന്നതാണ്. ഇന്ന് രാവിലെ ആയിരുന്നു. ഇതിൽ കസ്റ്റംസ് അല്ലെങ്കിൽ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആരെങ്കിലും വിമാനയാത്രക്കാർ അവരുടെ ബാഗേജ് സംശയകരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും പരിശോധിക്കുക എന്നതെല്ലാം സ്വാഭാവികമായതും അവരിൽ ഉത്തരവാദിത്തപ്പെട്ടതുമായ നടപടികളാണ്. അതിലെല്ലാവരും തന്നെ വഴങ്ങുകയും അത്തരം കാര്യങ്ങൾ സുരക്ഷാ പരിശോധനയാണത്. ആ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയും എല്ലാം തന്നെ വേണ്ടതാണ്. പക്ഷേ ഇവരോട് തട്ടിക്കയറുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിന് ചില ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ പറയുന്നത് അവർ ബാഗേജ് വീണ്ടും പരിശോധിക്കാൻ അവർ അനുവദിച്ചില്ല. കാരണം ഇതൊരു സ്കാനിങ്ങിലൂടെ വന്നപ്പോൾ ഇതിൽ 6ഓളം മദ്യക്കുപ്പികൾ കണ്ടു. അപ്പോൾ അനുവദനീയമായ അളവിലും കൂടുതലാണത് പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്തരം അവിടെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്, നിയമം അനുസരിക്കേണ്ടതുണ്ട്. ഇത്ര അളവിൽ കൊണ്ടുവരാമെന്നുള്ള മദ്യത്തിനെല്ലാം തന്നെ ഒരു അളവ് നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതെല്ലാം തന്നെ കൃത്യമായിട്ട് ഈ അന്താരാഷ്ട്ര യാത്രക്കാരെല്ലാം പാലിക്കേണ്ടതുമാണ്. അത്തരം ചെക്കിങ്ങുകൾക്ക്, പരിശോധനകൾക്ക് അവർ വിധേയരാകേണ്ടതുമാണ്. പക്ഷേ ഇദ്ദേഹം സുരക്ഷാ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതുമാത്രവുമല്ല, അവർ നൽകിയ പരാതിയിൽ പറയുന്നത് അവർക്കെതിരെ വധഭീഷണി അടക്കം മുഴക്കി എന്നാണ് പറയുന്നത്. പ്രാഥമികമായ പരിശോധനയിലടക്കം ഇയാൾ മദ്യപിച്ചിരുന്നതായും തെളിഞ്ഞിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. വിവരം നെടുമ്പാശ്ശേരി പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിട്ടുണ്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന്. ഇനിയിപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ പരാതി, ഈ വധഭീഷണി അടക്കമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഗുരുതര സ്വഭാവമുള്ളതാണ്. പ്രത്യേകിച്ച് അവരുടെ ഒരു ജോലി തടസ്സപ്പെടുത്തി എന്നത് തന്നെ വലിയ അളവിലുള്ളൊരു കുറ്റമാണ്. അതിനൊപ്പം തന്നെയാണ് ഈ വധഭീഷണി അടക്കം മുഴക്കി എന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. അപ്പോൾ അതിന് സ്വാഭാവികമായുള്ള നിയമ നടപടികളടക്കമുള്ള കാര്യങ്ങൾ ആ പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നേരിടേണ്ടി വരും. എന്തായാലും രാവിലെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ സമയം അത്രയും പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ്. നടപടികൾ ഇനിയിപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം ഇത്തരം കാര്യങ്ങൾ കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്, അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. എന്തായാലും ഇത് പരിശോധനയ്ക്ക് സമ്മതിക്കാതിരുന്നതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായി തന്നെ കാണുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്, വിമാനത്താവളമാണ്. അത്തരം കാര്യങ്ങൾ എല്ലാ യാത്രക്കാരും തന്നെ അനുസരിക്കേണ്ടതുമാണ്. അനുവദനീയമായ അളവിൽ കൂടുതൽ ഈ മദ്യക്കുപ്പികൾ ഇയാൾക്കെതിരെ എന്ത് നടപടിയായിരിക്കും ഉണ്ടാവുക? കാരണം ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്, അവരെ തട്ടിക്കയറിയിട്ടുണ്ട്, അവർക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ട്. ആ രീതിയിലുള്ള നിയമ നടപടികൾ യുവാവിനെതിരെ ഉണ്ടാകുമോ? ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും തന്നെ അത്തരം നടപടികളുണ്ടാകും. അതല്ല ഇയാൾ മാപ്പ് പറയുകയും അതിനനുസരിച്ച് പിഴയൊടുക്കുകയും ചെയ്ത് മുന്നോട്ട് പോകാമെന്നതെല്ലാമാണ് ഒരുപക്ഷെ ഇനിയിപ്പോൾ സംസാരത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ ആ രീതിയിലേക്ക് പോകാം. എന്തായാലും ബന്ധുക്കളടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, അയാളോട് സംസാരിക്കുന്നുണ്ട്. ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരോടക്കം കാര്യങ്ങൾ, അവരുടെ ഒരു മൊഴിയടക്കം ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിൽ കൃത്യമായ രീതിയിൽ നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഇതിനെല്ലാം ഉദ്യോഗസ്ഥരുടെ വീഴ്ചയ്ക്ക്, അവരെ ജോലിയിൽ തടസ്സപ്പെടുത്തി അവർക്കെതിരെ വധഭീഷണി മുഴക്കുക, അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക. അത് മാത്രവുമല്ല, അവർ ഇനിയും ഈ പരാതിയുടെ സ്വഭാവം അവർക്ക് കടുപ്പിക്കാൻ വേണമെങ്കിൽ, കാരണം ഈ സുരക്ഷാ പരിശോധനയ്ക്കിടെയാണ്, അതിന് വഴങ്ങിയില്ല എന്നതെല്ലാം തന്നെ വലിയ കുറ്റങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നതായിരിക്കാം ഈ ഘട്ടത്തിൽ ചെയ്യുക. കാരണം ചില സന്ദർഭങ്ങളിലെങ്കിലും വിമാനത്താവളത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഒരു ഗൗരവ സ്വഭാവം പലപ്പോഴും അവർക്ക് മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ് എന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ പരാതി നൽകിയ ശേഷം തന്നെയും ഇത്തരം കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരിൽ നിന്ന് മാപ്പാപേക്ഷയും മറ്റും അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങി ചില കേസുകളിലെങ്കിലും അവർ അനുനയിപ്പിക്കാറുണ്ട്. ഏതായാലും ആ രീതിയിലേക്ക് നീങ്ങുമോ എന്നതെല്ലാമാണ് ഇനി അറിയേണ്ടത്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് യുവതിയും യുവാവും ഹോട്ടൽ മുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ വാരിശ്ശേരി സ്വദേശിനി ആസിയ, പുതുപ്പള്ളി സ്വദേശി നന്ദകുമാർ എന്നിവരാണ് മരിച്ചത്. ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. രണ്ട് വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നാണ് വിവരം. വീട്ടുകാർ വിവാഹത്തെ എതിർത്തതാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് വ്യക്തമാക്കിയ ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചതായി പോലീസ് പറയുന്നുണ്ട്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇതെപ്പോഴാണ് ഈ രണ്ടുപേരെയും
മരിച്ച നിലയിൽ കണ്ടെത്തിയത്? ഈ ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് പോലെ അങ്ങനെ വിവാഹത്തെ വീട്ടുകാർ എതിർത്തതാണോ ഈ രണ്ടുപേരും ജീവനൊടുക്കാനുള്ള കാരണം? ടോം, ഇപ്പോഴുള്ള നിഗമനം അങ്ങനെ തന്നെയാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. അതായത് മിനിയാന്നാണ് ഇവർ ഈ ശാസ്ത്ര റോഡിലുള്ള ഹോട്ടലിൽ മുറിയെടുത്തത്. ഈ മുറിയെടുത്ത ശേഷം പിന്നീട് ഇവരെ പുറത്തേക്ക് കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ഏതാണ്ട് വൈകുന്നേരം ഈ ഹോട്ടൽ ജീവനക്കാർ വിളിച്ചപ്പോൾ ഈ മുറി തുറന്നില്ല. ഇതിനെ തുടർന്നാണ് കോട്ടയം വെസ്റ്റ് പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് എത്തി റൂം തുറക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ആദ്യഘട്ടത്തിൽ അതിന് കഴിഞ്ഞില്ല. തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ മുറി തുറന്നത്. അപ്പോഴാണ് ഇരുവരും ഫാനിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ ഒരു സൂയിസൈഡ് നോട്ടും അവിടെ നിന്ന് കണ്ടെത്തുകയുണ്ട്. ഇതിലാണ് ഈ മറ്റു വിവരങ്ങളുള്ളത്. പ്രത്യേകിച്ച് ഈ വിവാഹം സമ്മതിക്കാതെ വന്നതോടുകൂടിയാണ്, വീട്ടുകാർ സമ്മതിക്കാതെ വന്നതോടെയാണ് ഇരുവരും ആത്മഹത്യ ചെയ്തത് എന്നതാണ് വിവരം. നേരത്തെയും ഇരുവരും ഒരു തവണ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ മാറി താമസിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ പിന്നാലെ വീട്ടുകാർ പോയി ഇവരെ തിരികെ എത്തിക്കുകയായിരുന്നു. വീണ്ടും ഇവരുടെ പ്രണയം തുടർന്നു. ഈ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടിച്ച് ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെയാണ് ഇതോടുകൂടിയാണ് ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് ഈ രണ്ടുപേരുമാണ് എന്ന വിവരം ലഭിക്കുന്നത്. ഇവർ കുറച്ചു കാലമായി പ്രണയത്തിലായിരുന്നു, അതിതീവ്രമായ പ്രണയത്തിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ വന്നതോടെ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കുകയാണ് ഇരുവരും ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേട്ടോ, അങ്ങനെ ഈ ആത്മഹത്യാക്കുറിപ്പാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത് കൊണ്ട് മറ്റ് ദുരൂഹതയില്ലെന്ന് പോലീസ് തന്നെ കരുതുന്നുണ്ട്. അങ്ങനെ വീട്ടുകാരുടെ ഒരു സമ്മർദ്ദം, ഭീഷണി അങ്ങനെ മറ്റോ ഇവർക്ക് മേലുണ്ടായിരുന്നോ? ഇവരെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ടോം. പ്രത്യേകിച്ച് പെൺകുട്ടിക്ക് 19 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ഈ ആൺകുട്ടിക്ക് ഏതാണ്ട് 22 വയസ്സും. ഈ പെൺകുട്ടിയെ ആസിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ഏതാണ്ട് മിനിയാന്നാണ് പരാതി നൽകിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഗാന്ധിനഗർ പോലീസിനായിരുന്നു പരാതി നൽകിയത്. തുടർന്ന് പരിശോധന നടത്തുന്നു, പക്ഷേ കിട്ടുന്നില്ല. അതായത് ഈ വീട്ടുകാരുടെ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. നേരത്തെയും ഇരുവരും ഒരുമിച്ച് താമസിക്കാനുള്ള ശ്രമം നടത്തി. വീട്ടിൽ നിന്ന് 2 വീടുകളിൽ നിന്നും നന്ദകുമാറും ആസിയയും ഇറങ്ങുന്നു, മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവിടെ നിന്ന് വീട്ടുകാർ ഇടപെട്ട് ഇവരെ തിരികെ കൊണ്ടുവരികയായിരുന്നു. പക്ഷേ കൊണ്ടുവന്നെങ്കിലും വീട്ടുകാരുടെ കടുത്ത നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. വിവാഹം കഴിച്ച് നൽകണം എന്ന തരത്തിലുള്ള നീക്കങ്ങളും മറ്റും നടന്നെങ്കിൽ പോലും അതിനൊന്നും വീട്ടുകാർ സമ്മതിച്ചിരുന്നില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പിലും ഇത് സംബന്ധിച്ചുള്ള വിവരം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വെസ്റ്റ് പോലീസാണ് ഇന്ന് രാവിലെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. ഇതിൽ ഇൻക്വസ്റ്റിൽ മറ്റസ്വാഭാവികമായ ഒന്നുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത്. വ്യക്തമാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്തെ ഹോട്ടൽ മുറിയിലാണ് യുവതിയെയും യുവാവിനെയും ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. വീട്ടുകാർ വിവാഹത്തെ എതിർത്തതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് കുറിപ്പിൽ പറയുന്നത്. കോഴിക്കോട് പാഴൂരിൽ സഹോദരങ്ങളെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. സംഭവത്തിന് പിന്നിൽ മുൻ വൈരാഗ്യമാണോ? വിശദമായി പരിശോധിക്കാം ഇടവേള കഴിഞ്ഞു. ഈ ബൈക്ക് കയറി ഞാൻ പിന്നെ ഈ ബൈക്കിൽ വിളിച്ചോ നമ്പർ വിളിച്ചു വൈറ്റോ
കോഴിക്കോട് പാഴൂരിൽ സഹോദരങ്ങളെ കാറിടിച്ച് തെറിപ്പിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. കൊടിയത്തൂർ സ്വദേശികളായ തൻസീൽ, തസ്മീം എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും ചാത്തമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുൻ വൈരാഗ്യത്തെ തുടർന്ന് അപകടപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. ചെറുവാടി സ്വദേശിയായ ഇർഫാനാണ് കാർ ഓടിച്ചത്. തൻസീലിന്റെയും തസ്മീന്റെയും മറ്റൊരു സഹോദരനെ ഇർഫാൻ വീട്ടിൽ കയറി ആക്രമിച്ചിരുന്നു. ആക്രമണം നടത്തിയതിനു ശേഷം തിരിച്ചു വരുന്ന ഇർഫാനെ സഹോദരങ്ങൾ ബൈക്കിലെത്തി റോഡിൽ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചപ്പോൾ കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണിത്. അത് കണ്ടാൽ തന്നെ അറിയാം ബോധപൂർവമാണ് ഇത്തരമൊരു അപകടമുണ്ടാക്കിയതെന്ന്. സംഭവത്തിൽ ഈ ഇർഫാനെതിരെ, അപകടമുണ്ടാക്കിയ കാർ ഓടിച്ച ഇർഫാനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇതെപ്പോഴായിരുന്നു സംഭവം? ഈ കുടുംബം ഇവരാരോപിക്കുന്നത് പോലെ മുൻ വൈരാഗ്യം തന്നെയാണ് അപകടത്തിന് കാരണമെന്ന് സംശയിക്കണോ? ടോം, രാവിലെയാണ് സംഭവം നടന്നിരിക്കുന്നത്. കോഴിക്കോട് കൂളിമാടിന് സമീപം പാഴൂർ എന്ന സ്ഥലത്താണ് ഈ അപകടം എന്ന് പറയാൻ കഴിയില്ല. ഒരു വധശ്രമം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു 2 യുവാക്കൾ ഒരു ബൈക്കിൽ ഒരു കാറിന് മുമ്പിൽ വരുന്നു. കാറിൽ നിന്നും കയ്യിലെന്തോ ആയുധങ്ങളും എടുത്തവർ താഴേക്ക് ഇറങ്ങുമ്പോഴേക്കും ആ വാഹനം നിർത്താതെ ഇടിച്ച് തെറിപ്പിക്കുന്നു. 2 പേരും റോഡിലേക്ക് വീഴുന്നു. ഇതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഇരുവരെയും ഗുരുതരമായ പരിക്കുകളോടുകൂടി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് പറയാമെങ്കിലും നമുക്കറിയാം ആ ഒരു ഇടിയുടെ ആഘാതം. 2 മനുഷ്യർ നിൽക്കുമ്പോഴാണ് ആ കാർ അവിടേക്ക് ഇടിച്ചു കയറ്റി കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ ഇരുവരും തമ്മിലുള്ള ഒരു കുടിപ്പകയുടെ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായി നിൽക്കുന്ന ഒരു പകയുടെ ഒരു അന്തിമ ഒരു പോരാട്ടം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘർഷം എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കൊടിയത്തൂർ ചെറുവാടി സ്വദേശിയായ ഇർഫാൻ എന്നയാളാണ് ഈ കാർ ഓടിച്ചു വരുന്നത്. ഒപ്പം ഈ തസ്മീം എന്നിവരാണ് 2 സഹോദരങ്ങൾ. അവരാണ് ആ ബൈക്കിലെത്തുകയും ആ കയ്യിലെന്തോ മാരകായുധം ഉണ്ട് അതെടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത്. മുൻവൈരാഗ്യമാണ് ഇത്തരമൊരു കൃത്യം അല്ലെങ്കിൽ ഇത്തരമൊരു സംഘർഷം ഉണ്ടാവാൻ കാരണമെന്ന് പോലീസ് പറയുന്നു. ഈ തൽസീൻ്റെയും തസ്മീൻ്റെയും സഹോദരനായ തൻസീം എന്ന ആളെ ഇർഫാൻ രാവിലെ വീട്ടിൽ കയറി മർദ്ദിച്ചിരുന്നു. ഈ ഇരുവരും തമ്മിൽ, ഈ തൻസീഫും ഇർഫാനും തമ്മിൽ ചില സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടായിരുന്നു, പണമിടപാടുകൾ. ഇതേ തുടർന്നുണ്ടായ ചില തർക്കങ്ങളെ തുടർന്ന് ആണ് രാവിലെ ഒരു വീട് കയറി ആക്രമണം നടന്നത്. ഈ വിവരം അറിഞ്ഞാണ് ഈ തൻസീഫിൻ്റെ സഹോദരന്മാരായ ഈ തൻസീലും തസ്മിയും ഇവർ 2 പേരും ചേർന്ന് കാര്യം ചോദിക്കാനായി തിരിച്ച് ഇർഫാൻ്റെ വീട്ടിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വീട്ടിൽ പോയി ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ച് വാക്കുതർക്കമൊക്കെ ഉണ്ടായി. അതിനുശേഷം പിന്നീട് ഈ കാറിൽ പോന്നപ്പോൾ ആ സമയത്ത് ഇർഫാൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നും അറിയാൻ കഴിയുന്നു. തുടർന്നാണ് ഇവർ ഈ ബൈക്കിൽ പോകുമ്പോൾ എതിർ ദിശയിൽ ഇർഫാൻ വരുന്നതായി മനസ്സിലാക്കുകയും വാഹനം ഇവരുടെ കൈവശമുള്ള ബൈക്ക് ഈ കാറിൻ്റെ മുൻവശം നിർത്തുകയും അവിടെ നിന്നും ഇറങ്ങി ഈ ആയുധവുമായി ഇയാളെ ആക്രമിക്കാനായി വരുന്ന ഒരു സാഹചര്യമുണ്ടായത്. എന്തായാലും അവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി നിന്നപ്പോൾ തന്നെ ഇർഫാൻ ഒരു തരത്തിലുമുള്ള ഒരു വേഗത കുറയ്ക്കുകയോ അല്ലെങ്കിൽ വാഹനം നിർത്താനുള്ളതിൻ്റെ ഒരു ലാഞ്ചന പോലും കാണിക്കാതെ ആ കാറ് ഇടിച്ച് 2 പേരെയും വഴിയിലേക്ക് തെറിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും സംഭവത്തിന് ശേഷം ഈ ആളുകളൊക്കെ ഓടി കൂടിയപ്പോഴേക്കും ഇർഫാൻ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. 3 സഹോദരങ്ങൾ, അതായത് ഇർഫാന്റെ മർദ്ദനമേറ്റ ആദ്യ സഹോദരൻ, ഈ സഹോദരനെ മർദ്ദിച്ച കാര്യം ചോദിക്കാനായി അതിൻ്റെ പ്രതികാരത്തിനായി ആയുധവുമായി പോയ ഈ 2 സഹോദരങ്ങൾ, അങ്ങനെ 3 സഹോദരന്മാരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇവരുടെ ബന്ധുക്കളുടെ നിന്നൊക്കെ വിവരം എടുത്തിട്ടുണ്ട്. ആ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളും ചെയ്തിട്ടുണ്ട്. എന്തായാലും വധശ്രമത്തിന് ഇർഫാനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഒപ്പം ഈ ആകമാനം ഉള്ള സംഭവങ്ങളെപ്പറ്റി പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. ആദ്യ സംഘർഷം ഏത് സാഹചര്യത്തിൽ ഉണ്ടായി, അതായത് ഈ പരിക്കേറ്റ സഹോദരങ്ങളുടെ മറ്റൊരു സഹോദരനെ ഇർഫാൻ മർദ്ദിക്കുന്നു. അതിന് പ്രതികാരമായി ഇർഫാൻ്റെ വീട്ടിൽ പോയി ചില വാക്കേറ്റവും മറ്റുമുണ്ടാവുന്നു. പിന്നീടാണ് ഇരുവരും വഴിയിൽ വെച്ച് പരസ്പരം സംഗമിക്കുകയും ഇത്തരമൊരു ശ്രമം നടത്തുകയും ചെയ്തു. എന്തായാലും ഒരു അപകടത്തിൻ്റെ പട്ടികയിലോ പരിഗണനയിലോ പെടുത്താൻ കഴിയുന്ന ഒരു സംഭവമായി ആയിട്ടല്ല ഇതിനെ കാണേണ്ടത്. ബോധപൂർവമായി തന്നെ അതിവേഗത്തിൽ കാർ ഓടിച്ചു പോവുകയാണ്. ഒരുപക്ഷെ മരണം പോലും സംഭവിക്കാവുന്ന തരത്തിലുള്ള ഒരു ഇടി ആണ് ഉണ്ടായിരിക്കുന്നത്. 2 പേരും ഗുരുതരമായ പരിക്കുകളോടുകൂടി ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. ടോം, തീർച്ചയായും അനീഷ്, ഇവിടെ ഇർഫാൻ ഈ അപകടമുണ്ടാക്കുന്നതിന് തൊട്ട് മുൻപ് ഇവരുടെ സഹോദരനെ വീട്ടിൽ കയറി ആക്രമിച്ചിരുന്നു.
ഈ ഇർഫാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ? ഈ അപകടത്തിനപ്പുറം ഇത്തരമൊരു വീട്ടിൽ കയറിയുള്ള ആക്രമണമാണ്, ഗുരുതര സ്വഭാവമുള്ള കേസാണ്. എന്ത് നടപടികളാണ് ഉണ്ടായിരിക്കുന്നത്? ഇർഫാൻ സംഭവ സ്ഥലത്തു നിന്നും അപ്പോൾ തന്നെ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന പോലുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയെന്ന് പോലീസിൽ നിന്നൊരു വ്യക്തതയില്ല. എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു എന്നാണ് പോലീസ് ഭാഷ്യം. 2 തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായി. അതായത് ഇർഫാൻ ഈ അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ വാഹനം ഇടിച്ചപ്പോൾ നിലത്ത് വീണ 2 സഹോദരങ്ങളുടെ സഹോദരനെ മറ്റൊരാളെ ആ വീട്ടിൽ കയറി ആക്രമിച്ചിരുന്നു. ആ സമയത്ത് ആ 2 സഹോദരങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. ആ 2 പേരും തമ്മിൽ ഇർഫാനുമായി അയാൾക്ക് സാമ്പത്തികമായ ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു. ആ പണം തിരിച്ചു ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ 2 സഹോദരങ്ങൾ എത്തിയപ്പോഴാണ് തങ്ങളുടെ സഹോദരനെ ഇർഫാൻ മർദ്ദിച്ചുവെന്നും ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടായി എന്നും മനസ്സിലാവുന്നത്. ഇതേ തുടർന്ന് ഇവർ ഈ ഇർഫാന്റെ വീട്ടിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയും ഈ സമാന രീതിയിലുള്ള ഒരു വാക്കുതർക്കമുണ്ടായി. ആ സമയത്ത് ഇർഫാൻ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇർഫാന്റെ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ 2 യുവാക്കളുടെ കൈവശം ഒരാൾ ഒരു വടിവാൾ പോലെയുള്ള ഒരു ആയുധവുമായാണ് ഇറങ്ങുന്നത്. അപ്പോൾ തന്നെ ഇർഫാൻ എന്തായാലും പ്രാണഭയം തോന്നണം, അല്ലെങ്കിൽ അപ്പോൾ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങും എന്ന് ഇർഫാൻ അറിയാം. അതുകൊണ്ട് തന്നെ ആവണം ഈ ഇവരെ വകവരുത്തിയാണെങ്കിലും സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി ഇർഫാൻ മുന്നോട്ട് പോവുകയും അത്ര വേഗത്തിൽ ഓടി വരുന്ന വണ്ടി യുവാക്കളെ ഇടിച്ച് തെറിപ്പിക്കുകയും ഒരു ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു സംഭവം തന്നെയാണോ ഇത് എന്നൊരു സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കർശനമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാവും. ഓരോ സംഭവത്തെയും കുറിച്ചും, അതായത് ആദ്യം ഇർഫാൻ പോയി ആക്രമണം നടത്തിയത്, ഇർഫാന്റെ വീട്ടിൽ പോയി ആക്രമണം നടത്തിയത്, മൂന്നാമത് ഈ വാഹനം ഇടിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ചൊക്കെ സമഗ്രമായി അന്വേഷിക്കും. കേവലം വാഹനാപകടം എന്ന രീതിയിൽ അല്ല, ഒരു വധശ്രമം എന്ന രീതിയിൽ തന്നെ. അതോടൊപ്പം എന്തിനാണ് ഈ ആക്രമണം? സാമ്പത്തിക ഇടപാട് തന്നെയാണോ ഇതിന് കാരണം? അതോടൊപ്പം ഈ ഇർഫാന്റെ ഒരു പശ്ചാത്തലം എന്താണ്? ക്രിമിനൽ സ്വഭാവം, ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ ഈ പ്രതി? അതേക്കുറിച്ചുള്ളൊരു കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേയുള്ളൂ. അത്തരം കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് പോലീസ് പറയുന്നു. കാരണം ഈ 2 യുവാക്കൾ തമ്മിൽ, അതായത് ഇർഫാനും ഈ അപകടത്തിൽ പരിക്ക് പറ്റിയ സഹോദരനും തമ്മിൽ എന്ത് തരത്തിലുള്ള ഇടപാടുകളാണ് ഉണ്ടായിരുന്നത്, എന്തിനായിരുന്നു ഇവർ പരസ്പരം പണവുമായി ബന്ധപ്പെട്ട തർക്കം നടത്തിയത്, അത് മറ്റെന്തെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണോ അല്ലെങ്കിൽ ഈ ബിസിനസ് സംബന്ധമായ തർക്കമാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരിശോധിക്കും. ഈ ആയുധങ്ങളുമായി സഹോദരനെ ആക്രമിച്ചപ്പോൾ ചോദിക്കാൻ എത്തിയ 2 യുവാക്കൾ അവർ എങ്ങനെ ആയുധമായി പോകുന്ന ഒരു സാഹചര്യമുണ്ടായി, അവർക്ക് എന്തെങ്കിലും ഈ സാമൂഹ്യവിരുദ്ധ ഇടപെടലുകളിൽ പങ്കുണ്ടോ, അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങളെ പോലെ പ്രവർത്തിച്ച ആളുകളാണ് ഈ 4 പേർ എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷണം വരും. എന്തായാലും ആദ്യഘട്ടത്തിലാണ് പ്രതികൾ പരിക്കുപറ്റി, അല്ലെങ്കിൽ ഈ അപകടത്തിൽ പരിക്കുപറ്റിയ സഹോദരങ്ങൾ 2 പേർ ആശുപത്രിയിലാണ്. ഇർഫാന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ ആൾ ആശുപത്രിയിലാണ്. ഇർഫാൻ സംഭവ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് വളരെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാവും ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. കേട്ടോ. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വർക്കല പുന്നമ്മൂട് റെയിൽവേ ഗേറ്റിന് സമീപം 2 വിഭാഗങ്ങൾ തമ്മിൽ കൂട്ടത്തല്ല്. തമിഴ്നാട് സ്വദേശികളായ ടൂറിസ്റ്റുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. പുന്നമ്മൂട് റെയിൽവേ ഗേറ്റ് കടന്നു പോകുന്നതിനിടെയാണ് തർക്കമുണ്ടാവുകയും 2 കൂട്ടരും തമ്മിലടിക്കുകയും ചെയ്തത്. തമിഴ്നാട് സ്വദേശികളെ നടു റോഡിൽ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. നാട്ടുകാർ ഇടപെട്ട് പോലീസിനെ അറിയിച്ചെങ്കിലും 2 കൂട്ടരും ഓടി രക്ഷപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്ന് എത്തിയവരിൽ 3 യുവാക്കളും ഒരു യുവതിയുമാണ് ഉണ്ടായിരുന്നത്. ഇവർ 2 ബൈക്കുകളിലാണ് വന്നത്. മലയാളികളായ യുവാക്കൾ കാറിലാണ് എത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്.
വിവരങ്ങളുമായി അഭിലാഷ് ചേരുന്നുണ്ട് വർക്കലയിൽ നിന്ന്. അഭിലാഷ്, അവർ തമിഴന്മാരാണെന്ന് പറഞ്ഞാണ് മലയാളികൾ ആക്രമിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലേക്ക് വിനോദസഞ്ചാരികളായി എത്തിയവരോടാണ് ഈ രീതിയിൽ ഗുണ്ടായിസം കാണിക്കുന്നത്. എന്താണ് ആക്രമണത്തിന് കാരണമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസ് പ്രതികളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. വർക്കലയിൽ സാധാരണഗതിയിൽ ശനി ഞായർ ദിവസങ്ങളിൽ അന്യ സംസ്ഥാനത്ത് നിന്ന്, പ്രത്യേകിച്ചും തമിഴ്നാട്, ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് കൂടുതലായും ഇപ്പോൾ എത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ആയിരിക്കാം വർക്കല സന്ദർശിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇവർ എത്തിയതെന്നാണ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും ഇവർ വർക്കലയിൽ നിന്നും ഇടവ റോഡിലേക്ക് പോകുന്ന വഴിയിലുള്ള പുന്നമൂട് റെയിൽവേ ഗേറ്റിൽ വെച്ച് എത്തിയപ്പോഴായിരുന്നു ഈ സംഘർഷവും ഈ സംഭവം ഉണ്ടായത്. റെയിൽവേ ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. റെയിൽവേ ഗേറ്റ് തുറന്ന സമയത്ത് ഇരു ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ ഗേറ്റിലൂടെ കടന്നു പോകാൻ തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് ഇവർ തമ്മിൽ ഈ റെയിൽവേ ട്രാക്കിൽ വെച്ച് ഇവർ തർക്കം ആരംഭിക്കുന്നത്. തുടർന്ന് വാഹനങ്ങൾ ഇരു ഭാഗത്ത് നിർത്തിയ ശേഷം നടു റോഡിൽ വെച്ചാണ് ഇവർ തമ്മിൽ ഈ കയ്യാങ്കളിയിലേക്ക് കടന്നത്. ഈ സമയം തന്നെ ഈ മലയാളികളായ യുവാവ് ഈ പ്രദേശത്തുള്ളത് അല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവരും ഈ ടൂറിസത്തിന്റെ ഭാഗമായി മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വർക്കലയിലേക്ക് എത്തിയവരാകാമെന്നാണ് കരുതുന്നത്. എന്തായാലും ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷമാണ് അവിടെ ഉണ്ടായത്. ഈ വന്ന തമിഴ് യുവാക്കളോടൊപ്പം തന്നെ ഒരു യുവതി കൂടി ഉണ്ടായിരുന്നു. എന്നാൽ യുവതിക്ക് നേരെ ഭാഗ്യവശാൽ ആക്രമണം ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ ആക്രമണം ഉണ്ടായി നാട്ടുകാരിടപെട്ടാണ് ആ രംഗം ശാന്തമാക്കിയത്. ഇതിനിടെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന രണ്ട് യുവാക്കൾക്ക് അതിക്രൂരമായി തന്നെ ഈ മലയാള യുവാക്കളിൽ നിന്നും മർദ്ദനം ഏറ്റിരുന്നു. തുടർന്ന് പോലീസിനെ നാട്ടുകാരാണ് വിവരം അറിയിച്ചത്. പോലീസ് റെയിൽവേ ട്രാക്കിന്റെ മറുഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ഇവർ ഈ ഇരു വിഭാഗങ്ങളും അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. എന്തായാലും പോലീസ് ഈ ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് ഈ യുവാക്കളെ തിരിച്ചറിയാനും ഈ പൊതുനിരത്തിൽ ഇത്തരത്തിൽ സംഘർഷമുണ്ടാക്കി മണിക്കൂറുകൾ ഗതാഗത തടസ്സമുണ്ടാക്കിയത് സംബന്ധിച്ച് കേസെടുക്കാനും ഉള്ള നീക്കത്തിലാണ്. ടോം, യെസ്, ഇവർ പരാതി നൽകിയിട്ടുണ്ടോ? ഈ മർദ്ദനമേറ്റ തമിഴ്നാട് സ്വദേശികൾ പരാതി നൽകിയിട്ടുണ്ടോ? ഈ പരാതി നൽകിയില്ലെങ്കിൽ പോലീസിന് മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഈ റോഡിൽ, ഈ പൊതു റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തുകയും ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാക്കുകയും ചെയ്തതിന് കേസെടുക്കാമെന്ന നിലപാടിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇരു വിഭാഗങ്ങളിൽപ്പെട്ട ആരും തന്നെ മർദ്ദനം സംബന്ധിച്ച് പരാതി വർക്കല പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടില്ല. വരുന്ന മണിക്കൂറുകളിൽ അത് സംഭവിക്കുമോ എന്നും വ്യക്തമില്ല. എന്തായാലും ഈ യുവാക്കൾക്ക്, തമിഴ്നാട്ടിൽ നിന്ന് യുവാക്കൾക്ക് കാര്യമായി തന്നെ ഇവരിൽ നിന്ന് മർദ്ദനം ഏറ്റിട്ടുണ്ട്. ഒരുപക്ഷെ പരാതിയിലേക്ക് പോയാൽ ഈ കേസിന്റെ ഭാഗം തന്നെ മാറും. എന്തായാലും നിലവിൽ ഈ പൊതുനിരത്തിൽ പൊതുജനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിൽ ഈ റോഡിൽ വെച്ച് സംഘർഷമുണ്ടാക്കിയത് സംബന്ധിച്ച് പ്രതികളെ തിരിച്ചറിഞ്ഞ് ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പ്രതികളെ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ എത്തിയ ശേഷം അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ വർക്കല ടൂറിസം മേഖലയിൽ കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ ഇത്തരത്തിൽ പുറത്തുനിന്നുള്ള അന്യസംസ്ഥാന നിന്നുള്ള സഞ്ചാരികളാണ് കൂടുതലായി എത്തുന്നത്. അപ്പോൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ടൂറിസം പോലീസും അതുപോലെ തന്നെ വർക്കല പോലീസിനും ഉത്തരവാദിത്തമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് പ്രതികരിക്കുന്നത്. തീർച്ചയായും അതാണ് ആശങ്കപ്പെടുത്തുന്നൊരു കാര്യം. കാരണം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഈ ടൂറിസം രംഗത്ത് വലിയ സാധ്യതകൾ പ്രത്യേകിച്ച് വർക്കല ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലുണ്ട്. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. അവർക്ക് നേരെ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ടൂറിസം മേഖലയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയല്ലേ? തീർച്ചയായും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ വർക്കലയിൽ കൂടുതലായും നേരത്തെ അന്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്, സഞ്ചാരികളാണ് വർക്കലയിൽ എത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ കൂടുതലും ഈ കേരളത്തിന് പുറത്തുനിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് വർക്കലയിൽ എത്തുന്നത്. ഈ ശനി ഞായർ ദിവസങ്ങളിൽ വളരെ ഇവരുടെ കുത്തൊഴുക്ക് തന്നെ വർക്കലയിലേക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ അന്യ സംസ്ഥാനത്ത് നിന്ന്, അതായത് തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായവരും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ശേഷം ഒളിച്ചു താമസിക്കുന്നതിനുള്ള ഇടമായും ഇപ്പോൾ വർക്കല മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി കേസുകളാണ് കഴിഞ്ഞ കുറേയേറെ മാസങ്ങളായി വർക്കലയിൽ നിന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത്. കാരണം വർക്കലയിൽ നിന്നും ഈ പ്രതികളെ കണ്ടെത്തുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലീസിന് കൈമാറുകയും ചെയ്യുന്ന രീതി കഴിഞ്ഞ 2-3 മാസത്തിനിടെ നിരവധി തവണ ഉണ്ടായി.
എന്തായാലും ഈ വന്ന യുവാക്കളും, അതായത് ഈ അന്യ സംസ്ഥാനത്ത് നിന്നെത്തിയ യുവാക്കളെ മർദ്ദിച്ച മലയാളികൾ എന്ന് പറയപ്പെടുന്ന യുവാക്കളും വർക്കല ആ ഭാഗത്തുള്ളവരല്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പോലീസും അത് നാട്ടുകാരോട് ചോദിച്ചറിഞ്ഞതാണ്. എന്നാൽ ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതിന് ശേഷം മാത്രമേ ഇവർ ഏത് ഭാഗത്ത് നിന്ന് വന്നവരാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്തുള്ളവരാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇവരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം തന്നെയാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. അഭിലാഷാണ് വർക്കലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമായ വിവരങ്ങൾ ലഭിക്കും. എന്തായാലും ആ പ്രദേശത്തുള്ളവരല്ല, അവർ ടൂറിസത്തെ സ്വാഗതം ചെയ്യുന്നവരാണ്. ടൂറിസം തങ്ങളുടെ നാട് വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ പുറമേ നിന്നുള്ള ആളുകളാണ് ഈ രീതിയിൽ ആക്രമണം അഴിച്ചുവിടുന്നത്. നമ്മുടെ വിനോദ സഞ്ചാര മേഖലയ്ക്ക് തന്നെ, നമ്മുടെ വികസനത്തിന് തന്നെ അത് തിരിച്ചടിയാകുമെന്ന് ഈ ആളുകളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്തായാലും അക്രമികൾക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.